എല്ലാവർക്കും നമസ്കാരം. ഈ സന്തോഷം, സങ്കടം, പേടി, സ്നേഹം, അഭിമാനം, നന്ദി ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും പലപ്പോഴായി ഫീൽ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഇമോഷൻസ് ആണ്. ചിലപ്പോഴൊക്കെ അത് നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ അതങ്ങ് സപ്രസ് ചെയ്യും. ചിലർക്കിത് എല്ലാ ദിവസവും ഫീൽ ചെയ്യും. അങ്ങനെ അവരുടെ ഈ പ്രതികരണം അനുസരിച്ച് അത് അവരുടെ ഒരു ശീലമാകും. അങ്ങനെ അത് അവരുടെ ഒരു സ്വഭാവമാകും. അങ്ങനെ നമ്മൾ അവർക്കൊരു വിശേഷണം കൊടുക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയാണ്, ആ പോകുന്ന ആളോട് അധികം ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ, ആള് ഭയങ്കര ദേഷ്യക്കാരനാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും, ആ പെണ്ണിനോട് ഒന്നും പറയണ്ട, അത് വായ തുറന്ന ദുരന്തം തന്നെ പറയുള്ളൂ. അല്ലെങ്കിൽ വേറെ ചിലരോട് നമ്മൾ പറയും, അയാൾക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും ഒരു കാര്യമില്ല, എന്ത് ചെയ്താലും കുറ്റം പറയും, യാതൊരു നന്ദി എന്ന് പറയുന്ന കാര്യമില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ പേരിന്റെ അറ്റത്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരിന്റെ അറ്റത്ത് ഒരു വിശേഷണം. ഇവിടെയാണ് നമ്മളെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. ആ ഉത്തരം നമുക്ക് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ വിശേഷണങ്ങൾ മാറ്റി പറയും. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ആ ആളോട് അധികം ഇടപെടാൻ പോകണ്ട, പുള്ളി ദേഷ്യക്കാരനാണ്. അപ്പൊ ഇത് കേട്ട് നിൽക്കുന്ന മൂന്നാമതൊരാൾ നമ്മളോട് പറയാണ്, അയ്യോ അയാളൊരു പാവമായിരുന്നു, അയാളുടെ ലൈഫിൽ ഈയിടെയായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചു, അത് കാരണമാണ് അയാൾ ഇത്ര ദേഷ്യത്തോടെ എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്. ഇത് അറിയുന്ന നിമിഷം നമ്മുടെ ഇമോഷൻ മാറുകയാണ്. നമ്മൾ വിചാരിക്കും, അയ്യോ ഞാനിത് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ, പാവമുണ്ട്, കഷ്ടമായിപ്പോയി. നമ്മുടെ ഇമോഷൻ മാറി. വൈ? എന്തുകൊണ്ട്? ഇതാണ് കീ. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണം നമ്മൾ അറിയും. അറിവ്, നോളജ്, നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇമോഷൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതിനായി മെയ് 4-ാം തീയതി മിത്രയോഗ ഒരു ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദ ആർട്ട് ഓഫ് ഇമോഷണൽ എനർജി. സാധ്യമായവരെല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക് യു.